ഈ 2024 തുടക്കം എന്ന് പറഞ്ഞതേ നമ്മുടെ മലയാള സിനിമക്ക് ഭയങ്കര ഒരു ഹൈപ്പ് കിട്ടിയ ഒരു ഡ്യൂറേഷനാണ്. ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് കുറച്ചുകൂടി നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നതും കുറച്ചുകൂടി പടങ്ങൾ അതെ. കണ്ടുകൊണ്ടിരുന്നതും നമ്മുടെ ഈ കൊറോണയ്ക്ക് ശേഷം മൊത്തത്തിൽ ഇൻഡസ്ട്രി സിനിമ ഇൻഡസ്ട്രി മൊത്തത്തിൽ ഡൗൺ ആയതിനു ശേഷം പിന്നെ OTT പ്ലാറ്റ്ഫോമിന്റെ ഇമ്പാക്ട് ഒക്കെ വന്നതിനു ശേഷം തിയേറ്റർ റിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ശരിക്കും ഒരു പുനർജീവൻ കിട്ടിയെന്നൊക്കെ പറയാൻ പറ്റിയ പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു 2024 തുടക്കം. പാനിന്റെ റീച്ച് കിട്ടിയ സിനിമകളിൽ നമ്മൾ മഞ്ഞുമൽ ബോയ്സും പിന്നെ എന്തായിരുന്നു പ്രേമലു പ്രേമല് പോയിരുന്നു. പിന്നെ ആട്ടത്തിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ആട്ടം ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള ക്രിട്ടിക്കലി അക്ലൈംഡ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അത് ഒരു തോട്ട് പ്രോവോക്കിംഗ് ആയിട്ടുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യലി ഈ സിനിമ ഉണ്ടായിരുന്നു. അത് സിനിമ ഞാൻ കണ്ടില്ല. നീ കണ്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനീഷ്യൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഒരു പ്രശ്നം ഫേസ് ചെയ്യണം. ആ പ്രശ്നം ഫേസ് ചെയ്തിട്ട് ഇനീഷ്യലി ആളുകൾ ആ സ്ത്രീയുടെ ഒപ്പം നിൽക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളവർക്ക് ഒരു ബെനിഫിറ്റ് ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട് എന്നൊരു സിറ്റുവേഷൻ വരുമ്പോ ആളുകളെല്ലാം പറയാണ്. അപ്പൊ അതില് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെരിഞ്ഞ ആളുകളൊക്കെ ഉണ്ടല്ലോ, അവരും ഇതിന്റെ ഒരു പങ്കാളികളാണ്. അതായത് എന്തെങ്കിലും അക്രമം നടക്കുമ്പോ നമ്മൾ സൈലന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളും ആ തെറ്റിന് പങ്കാളികളാണ് പറയില്ലേ. അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്ത് കണ്ടു, സത്യം പറയാതിരിക്കുന്നതും തെറ്റാന്ന് പറഞ്ഞ പോലെ ഇത് ഏകദേശം തെളിയിക്കാൻ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഇവർക്കൊരു ബെനിഫിഷ്യലായ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് വന്നപ്പോ വിനയ് ഫോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫസ്റ്റ് മൂവിയാണ്, ക്രിട്ടിക്കലി അക്ലൈംഡ് ഫസ്റ്റ് മൂവിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അല്ല, അതും പാനിന്റെ റീച്ച് വന്നു. പാനിന്റെ റീച്ച് വന്നൊന്നും അറിയില്ല. കേരളത്തിൽ മാത്രമായിരുന്നു പടം ഉണ്ടായിരുന്നു. കേരളത്തിലെ ക്രിറ്റിക്സ് ഒക്കെ ഭയങ്കര വന്നാണ്. പക്ഷെ നാഷണൽ അവാർഡ് കിട്ടിയപ്പോ ഇപ്പൊ കുറച്ച് റീച്ച് ഉണ്ടാവും. റൈറ്റർ ആരാ? ആനന്ദേകർഷി എന്നാണ് ഡയറക്ടറുടെ പേര്. റൈറ്റർ അയാൾ തന്നെയാണ്. ഈ ഓൾറെഡി 16 പേരും അവരുടെ സ്വന്തം പേരിൽ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അവര് കാലങ്ങളായിട്ട് മറ്റേ ഈ തിയേറ്റേഴ്സ് ഒക്കെ ചെയ്യുന്ന ടീംസാണ്. അതായത് ഇതിലുള്ള അഭിനയിച്ച 16 പേരും തിയേറ്റർ ആർട്ടിസ്റ്റാണ്. ബന്ധം വെച്ചിട്ട് ഇവര് ഫസ്റ്റ് ഇനീഷ്യലി ഒരു സീൻ ഷൂട്ട് ചെയ്ത് കാണിച്ചിട്ടാണ് പ്രൊഡ്യൂസർ പിന്നെ ആയിട്ടിരുന്നത്. ബഡ്ജറ്റിങ്ങുകളും ഇവര് കേപ്പോളാണെന്ന് പ്രൊഡ്യൂസർ കാണിക്കേണ്ട ബാധ്യത ഉണ്ടാവുന്നല്ലോ. അങ്ങനെ ബോക്സ് ഓഫീസ് നേട്ടം ആക്ച്വലി ക്രിട്ടിക്കലി അക്ലൈംഡ് മാത്രമായിരുന്നു. ബോക്സ് ഓഫീസ് ബേസ് സക്സസ്ഫുൾ ആയിരുന്നില്ല. 1.50 മറ്റോ ആയിരുന്നു. ബഡ്ജറ്റ് കുറവാണെങ്കിൽ പോലും ഇപ്പൊ വേറെ OTT റവന്യൂ ഒക്കെ വന്നിട്ട് ചിലപ്പോൾ ആ ബിസിനസ് വെഞ്ചർ ചിലപ്പോൾ പ്രോഫിറ്റബിൾ ആയിട്ടുണ്ടായിരിക്കും. അത് ഇനി ഒന്ന് അബ്രാമോസ്റ്റർ ആയിരുന്നു. അബ്രാമോസ്റ്റർ ഞാൻ സിനിമ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. മറിയാച്ച എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കൊരു ആവറേജ് മൂവി. ആകെ മമ്മൂട്ടി ത്രില്ലിംഗ് ആയിട്ട് തോന്നി. എനിക്ക് മമ്മൂട്ടി ഇല്ലെങ്കിൽ ആ പടം ഇല്ല എന്നാണ്. പക്ഷെ മമ്മൂട്ടി ആവശ്യം ഉണ്ടോ വെച്ചാൽ അതും ഇല്ല. മമ്മൂട്ടി ഉള്ളതുകൊണ്ട് മാത്രം വിജയിച്ച പടമായിട്ട് എനിക്ക് തോന്നിയത്. അതിനകത്ത് അഭിനയ മുഹൂർത്തങ്ങളൊന്നും കഴിച്ചേക്കുന്ന പടങ്ങളൊന്നല്ല അത്. കളക്ഷൻ വൈസ് 40 അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. 40 കോടി സംതിങ് എന്തോ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇനീഷ്യലി ഈ പടത്തില് ഇയാൾക്ക് ഭയങ്കര ഹാലൂസിനേഷൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ക്ലൈമാക്സ് ഫേസ് ആകുമ്പോൾ ഇയാൾക്ക് യാതൊരു ഹാലൂസിനേഷനും ഇല്ല, ഒന്നുമില്ല. അതൊന്നും യൂട്ടിലൈസും ചെയ്യുന്നില്ല. ലോജിക്കലായിട്ട് വാല്യൂ ചെയ്യാനൊന്നും പറ്റില്ല. അല്ല, ഒരു ത്രില്ലർ സാധനം, ഒരു ഇൻവെസ്റ്റിഗേഷൻ സംഭവം എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ലോജിക് ഉണ്ടാകില്ല. മാസ് മസാല മൂവി അല്ലല്ലോ. പിന്നെ അത് സെക്കൻഡ് പാർട്ട് ഇടാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നു. തുടക്കത്തില് അവന്റെ ഫാമിലി മർഡേഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, അത് അതിനൊരു അവസാനം ഇല്ല. മകളും വൈഫിനെയും മിസ്സിംഗ് ആണ്. അതിന് ശേഷം പിന്നെ എന്താണെന്നുള്ളത് അതപ്പോ ഈ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പറയും രണ്ടാം ഭാഗം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി റവന്യൂ കിട്ടുന്നുള്ള സംഭവം. സെക്കൻഡ് പാർട്ട് ഇപ്പോൾ എല്ലാ മൂവീസിന്റെ ഒരുപാട് മൂവീസിന്റെ റീസെന്റ് ഇറങ്ങിയിട്ടുണ്ട്. എന്തിലും വെറുതെ സെക്കൻഡ് പാർട്ട് വെറുതെ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ടർബോന്റെ സെക്കൻഡ് പാർട്ട്, മലക്കോട്ടെ വാലുവിന്റെ സെക്കൻഡ് പാർട്ട്, തലവന്റെ സെക്കൻഡ് പാർട്ട് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് OTT ആയിട്ടുള്ള ടീമായിട്ടൊക്കെ ഞാൻ സെക്കൻഡ് പാർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ബാഹുബലി ഇല്ലേ, സെക്കൻഡ് പാർട്ട് എന്ത് കാട്ടും എനിക്കൊരു തോന്നലുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ അത്യാവശ്യം എങ്ങനെ കൊന്നു, കട്ടപ്പ എങ്ങനെ കൊന്നു എന്നാണല്ലോ ബാഹുബലിനെ. അതായിരുന്നു ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് പാർട്ടൊക്കെ സിനിമ കണ്ട ഒരു തിയേറ്ററിൽ കണ്ട ആൾക്കാർക്കൊന്നും ഒരുമാതിരി വല്ലാത്ത നിർത്തലായിട്ട് തോന്നിയത്. ക്ലൈമാക്സിൽ അതായത് കട്ടപ്പ ബാഹുബലിനെ കൊല്ലാനുള്ള കാരണം എന്താ, അതാണ് പുറത്ത് പോയി കഴിഞ്ഞാൽ എന്താ പിന്നെ പടം ഓടുമില്ല. അതായത് ഒരു സിനിമ നിർത്തുന്ന പോലെ എന്റെ പോലെയല്ലോ നിർത്തുന്നേ. എന്റെ ഏട്ടൻ തിയേറ്റർ പോയിട്ട് സിനിമ കണ്ടു. എന്ത് പടം കട്ട് ചെയ്തു തോന്നുന്നു. എന്റെ വേറെ കണ്ട് ഇതേ പറഞ്ഞു. നമ്മൾ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി സെക്കൻഡ് പാർട്ട് പിന്നെ കാണിച്ചാന്നുള്ളതല്ലോ. ബാക്കി കഥ പിന്നെ കാണിച്ചാൽ സെക്കൻഡ് പാർട്ട് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ സെക്കൻഡ് പാർട്ട് പക്ഷെ എന്താ അറിയോ, നമ്മളുടെ പ്രതീക്ഷകളെ വെല്ലുന്നില്ല മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ഭയങ്കര ക്യാൻഡിയുള്ള പടങ്ങൾ കണ്ട് ശീലുണ്ടാവില്ല നമുക്ക്. ഫസ്റ്റിനേക്കാളും കളക്ഷനും തോന്നുന്നുണ്ട്. അതെ, അറൗണ്ട് 2000 കളക്ഷൻ കഴിയുന്നു. അല്ല, ഇന്ത്യയിൽ തന്നെ ടോപ്പ് മോസ്റ്റ് ഗ്രോസിംഗ് അതാ അല്ല
ഇന്ത്യയിൽ ദങ്കലാണ് അല്ല ടോട്ടൽ വെക്കുമ്പോൾ തങ്കിലാണ്. ചൈനയില് വേൾഡ് വൈഡ്. ചൈനയിൽ ചൈനയിൽ ഭയങ്കര കളക്ഷൻ കിട്ടിയ പടം. അത് പറയുന്നത് ഈ സെക്കൻഡ് ഇതാണല്ലേ സെക്കൻഡ് ഭാഗം പോസിറ്റീവ് ആണ്. മലയാള സിനിമയ്ക്ക് തിരിച്ചറിയാണെങ്കിൽ പിന്നെ എബ്രാമോസിന് വേണ്ടി കുറച്ച് ഭയങ്കര ഹൈപ്പ് വന്നൊരു പടമായിരുന്നു LJPയുടെ മോഹൻലാൽ കൂട്ടത്തിൽ വന്ന മലക്കോട്ടി ബാല്യപ്പൻ. പ്രൊമോഷൻ ചെയ്തതിന്റെ അതായത് ശരിയായിട്ട് പ്രൊമോട്ട് ചെയ്തില്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രം പടം ഫ്ലോപ്പ് ആയി പോയത്. ജയിക്കാതെ പോയതാന്ന് തോന്നുന്നുണ്ട്. മാസ് പടം എന്നൊക്കെ പറഞ്ഞിട്ട് പടം അങ്ങനത്തെ അല്ല. തിയേറ്റർ കേറുന്ന ഒരാൾക്ക് ഞാൻ മറ്റേ ടിനു വിഷ്വലി നല്ല റേറ്റ് ഒക്കെ ആയിരിക്കും, പക്ഷേ പിന്നെ LJP ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ നമുക്ക്. LJPയുടെ എക്സ്പെക്ടേഷൻസ് അല്ല, നേരെ കുറച്ചും കൂടിയും എടുക്കുന്ന പടങ്ങളിൽ നമുക്ക് കുറച്ച് ആൾക്കാരെങ്കിലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. പക്ഷെ ഇയാള് പറഞ്ഞത് എന്ത് തിയേറ്ററിൽ പോയി കണ്ട ആൾക്കാർക്ക് നേരെ വിപരീതം പോലെ. അതായത് ഈ പറഞ്ഞൊന്നും ഇൻട്രോക്ക് തിയേറ്റർ കുലുങ്ങും. തിയേറ്റർ കുലുങ്ങും. ഇയാള് വന്നിട്ട് അല്ല കുലുങ്ങി അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞ ഡയലോഗാണ്. കുലുങ്ങി പോയിട്ട് ഒരു കൊച്ചു പോലെ എഴുന്നേറ്റൊക്കെ പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് വെച്ചാൽ ആ സിനിമയില് ഇനീഷ്യലി ഇതായിരുന്നില്ല ഇൻട്രോ എന്നൊക്കെ കുറച്ച് സോഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ബുൾ ഫൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതാകുമ്പോ മറ്റേ ഇതില്ലേ സിനിമയില് ബാഹുബലി. ബാഹുബലി. ബാഹുബലി ബുൾ ഫൈറ്റിംഗ് പാളിയപ്പോ അത് റിമൂവ് ചെയ്താന്ന് പറയപ്പെടുന്നുണ്ട്. പിന്നെ ക്ലൈമാക്സും ഇങ്ങനെ ആയിരുന്നില്ല ആക്ച്വലി. മറ്റേ ക്ലൈമാക്സ് എന്താ അറിയോ, എനിക്ക് പടത്തിന്റെ ത്രെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതായത് പക എന്ന് വെച്ചുകഴിഞ്ഞാൽ മകനെ എടുത്ത് വളർത്തി സ്വന്തം അച്ഛനെതിരെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ പക എന്ന് പറയുമ്പോഴേ ഗോട്ടിന്റെ കഥ അതാ ഞാൻ പറഞ്ഞത്. ഗോട്ടിന്റെ കഥ അങ്ങനെയാണ്. അതന്നെ സത്യം. ഞാൻ എന്നിട്ട് പറയും ചെയ്തു, ഇത് പടം കണ്ടപ്പോഴും പറഞ്ഞു. അതായത് ഇത്ര പക ഉണ്ടായിരുന്നു ആ കൊച്ചിനെ ചെറുപ്പം മുതൽ എടുത്ത് വളർത്തി ഇത്ര വലുതാക്കി വെച്ച വർഷത്തോളം ഉള്ള പക എന്ന് പറയില്ലേ, അതിനുവേണ്ടി ആ റിവെഞ്ചിന് വേണ്ടി മാത്രം നിന്നു ആലോചിക്കുമ്പോഴേ ആ ത്രെഡ് വെച്ചിട്ടാണ് ഇപ്പൊ ഗോട്ട് ഇറങ്ങിയിട്ട് പെട്ടെന്നല്ലേ. ഗോട്ടും അങ്ങനെ തന്നെ ഭയങ്കര മിക്സഡ് റിവ്യൂ ആണെങ്കിൽ പോലും എനിക്ക് ആ പടം ഇഷ്ടമായി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ കണ്ടിട്ട് അല്ല പടം വിജയ് ഫാൻ ആയത്, വിജയ് ഫാന് ഞാൻ നല്ല വിജയ് ഫാനാ. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഭയങ്കര ടെക്നിക്കലി മോശമായ സിനിമയായിട്ട് എനിക്ക് സംഭവം. വിജയുടെ മറ്റേ ഭൈരവ, ലിയോ എല്ലാം 2-3 പ്രാവശ്യം വെച്ച് തിയേറ്ററിൽ പോയി കണ്ട ആളാ ഞാൻ. പിന്നെ ഭൈരവൊക്കെ പോയി കാണാൻ അതിനകത്ത് ഈ പറഞ്ഞ മറ്റേ ഗോട്ടാണോ അപ്പൊ ഇത്ര. ഞാൻ വിചാരിച്ചത് പടം നല്ല രീതിയിൽ പോകുന്നതിന് മുന്നേ പാർട്ടിയിലേക്ക് വെട്രിക്കഴകോ എന്താ തമിഴ് വെട്രിക്കഴകം കടകം അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ രൂപീകരിച്ച് ലാസ്റ്റ് ഒരു നല്ല കൊറേ ഇതില് പുള്ളിയുടെ എന്താ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒക്കെ TN CM 2026 അങ്ങനൊക്കെ നമ്പർ ഭയങ്കര റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2026 അടുത്ത പടം വരുന്നുണ്ട്. CM ആണ്. ഇല്ല നമ്പർ പ്ലേറ്റ്. ചീഫ് മിനിസ്റ്റർ. പിന്നെ വേറൊരു സംഭവം ഈ ശിവകാർത്തികൻ പടത്തിലുണ്ടല്ലോ, അപ്പൊ അയാളായിട്ട് കുറച്ച് ഉണ്ട്. ഇയാൾക്ക് ബാറ്റൻ കൈമാറുന്ന പോലെ ഇപ്പൊ ഇവൻ ഡയലോഗ് ഉണ്ട്, എന്താ ഈ സാധനം ഞാൻ നോക്കിക്കോളാം, ഇതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യത്തിന് വേണ്ടി നിങ്ങൾ പോകുന്നത് എനിക്കറിയാം, അത് നന്നാവട്ടെ ഉണ്ട്. കുറെ റെഫറൻസുകളുടെ പിന്നെ ന്യൂട്രൽ ആയിട്ടുള്ള ഫാൻസിനെ പിടിക്കാൻ നോക്കിയിട്ടുള്ളത്. കങ്കോടെ വാൾപേപ്പർ ഉണ്ടായിരുന്നു, അജിത്തിന്റെ BGM, MS ധോണി, പിന്നെ മനിത കാതലല്ലേ മറ്റേ സാധനമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഇയാളുടെ പടത്തിൽ തന്നെ കുറെ ഉണ്ടായിരുന്നു. ബാക്ക് ടു മലക്കോട്ടെ വരും വരികയാണെങ്കിൽ ഇതിന്റെ ക്ലൈമാക്സ് പോർഷൻ വേറെ ആയിരുന്നു എന്ന് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരുള്ള ഫൈറ്റ് ആയിരുന്നു, ഈ അച്ഛൻ മോഹൻലാലും. അതും ഈ VFX മോശമായത് കൊണ്ട് റിമൂവ് ചെയ്താന്ന് പറയുന്നത്. എനിക്ക് ഇപ്പൊ ഇനീഷ്യലി ഈ പടം കണ്ടുമ്പോൾ ഭയങ്കര, ഞാൻ ഓൾറെഡി റിവ്യൂ കേട്ട സിനിമയ്ക്ക് കൊണ്ടാണ് പടം കണ്ടുമ്പോ ഇടയിലൊക്കെ ചില പോർഷൻസിലുള്ള പ്രശ്നങ്ങളല്ലാതെ എനിക്ക് മാരകമായ മോശം സിനിമയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടാവില്ല. പിന്നെ മലക്കോട്ടെ വരിവൻ പിന്നെ എന്തിന് ഹരീഷ് പരയുടെ ഒരു ഇതിന്റെ ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട്, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ക്ലൈമാക്സിന് അടുത്തുള്ള ഒരു പോർഷൻ ഉണ്ടായിരുന്നു. ആ പോർഷൻ കണ്ടുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ പടത്തിന് 2ാം ഭാഗം വന്നാൽ കൊള്ളാവുന്നുണ്ട്. അല്ല 2ാം ഭാഗം കുറച്ചുകൂടി നന്നാവും. അതായത് ശരിക്കും കഥ കിടക്കുന്നത് 2ാം ഭാഗത്തിലെ പോലെ. ഫസ്റ്റ് ഒക്കെ ഒരു ബിൽഡപ്പ് പോലെ, അതായത് ഭയങ്കരമായിട്ടുള്ള മെല്ലെ 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 ബിൽഡ് ചെയ്ത് വരുന്ന പോലെ. പിന്നെ അവസാനത്തെ കുറച്ച് പോർഷൻ നമുക്ക് ഇഷ്ടാവും. പക്ഷെ അടുത്ത കഥയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആ സാധനം സെക്കൻഡ് പാർട്ടിലാണ് കുറച്ചും കൂടി എന്തെങ്കിലും. പക്ഷെ അതിന്റെ ഇതൊന്നും കേട്ടിട്ടില്ലല്ലോ. പിന്നെ വരുന്നില്ല, കാരണം ഫിനാൻഷ്യലി ഭയങ്കര മോശമായി പടം. ഭയങ്കര ബഡ്ജറ്റ് ഇറങ്ങിയ പടമാണ്. ബഡ്ജറ്റും കൂടുതൽ, പക്ഷെ ബോക്സ് ഓഫീസ് വളരെ 30 കോടി മറ്റോ കളക്ട് ചെയ്തുള്ളൂ. 60 കോടി മറ്റോ ബഡ്ജറ്റ് ഉണ്ടായിരുന്ന പടം. അതും ഒരാഴ്ചക്കുള്ളിൽ തന്നെ LJP വന്ന് മറ്റേ പത്രസമ്മേളനം അല്ലേ. പുള്ളി ആവശ്യം ഉണ്ടാവില്ല. പുള്ളി പറഞ്ഞു ഓഡിയൻസിന് മറ്റേ അറ്റൻഷൻ സ്പാൻ കുറവാണ്. അതുവരെ മറ്റേ പടം കുറച്ചുകൂടി എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. ഇയാൾ ഈ സംഭവം കേട്ടപ്പോൾ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നും. കാരണം അറ്റൻഷൻ സ്പാനിന്റെ കാര്യം പറയുന്നത് ഇയാൾ തന്നെ ഇത് ഓരോ ഫേസ് ആയിട്ട് കാണിക്കുന്ന പടം, ഓരോ കഥകളായിട്ട്. അപ്പോൾ ഇതിലൊരു കൊട്ടാരത്തിൽ കുറച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇയാൾ ഒരു കൈൻഡ് ഓഫ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷോർട്സ് എടുക്കുന്ന പോലെ തന്നെ എടുത്തിരിക്കുന്നത്. ഭയങ്കര ഒരുപാട് സംഭവം നടന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ അറ്റൻഷൻ സ്പാനിനെ കുറ്റം പറയുന്ന ആള് പിന്നെ അങ്ങനത്തെ രീതിയിലുള്ള സാധനം എടുക്കാൻ പാടില്ല.
പിന്നെ പുള്ളി കമന്റ് അടിച്ച് മറ്റേ എല്ലാരും മറ്റേ ചോര കണ്ട് ഭയങ്കര വയലൻസ് കാണിക്കുന്നുണ്ട്. ഈ പടത്തിലും വയലൻസ് ഉണ്ട്. പുള്ളി പറഞ്ഞ ഇന്റർവ്യൂ സത്യം പറഞ്ഞാൽ ഭയങ്കര ബാക്ക് ഫയർ ചെയ്തു. ഫാൻസിനൊക്കെ നെഗറ്റീവ് ഭയങ്കര നെഗറ്റിവിറ്റി ആയി. കാരണം എനിക്കെന്നെ പടം ഇഷ്ടപ്പെട്ടെന്നുള്ള ഇയാളെ ആറ്റിറ്റ്യൂഡിലാണ് ഇപ്പൊ ഇഷ്ടപ്പെടുത്തിയതിൽ ആ അതില്ലേ നന്നായുള്ളൂ തോന്നി അല്ല, പോവില്ല. തുടക്കത്തിൽ എന്തായാലും പടം ഫസ്റ്റ് ദിവസം തന്നെ പടം കണ്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇഷ്ടപ്പെടുന്നില്ല എന്ന് കുറച്ച് ആൾക്കാർ ഫോളോ ചെയ്തിട്ട് പോകുന്നില്ല. പിന്നെ മോഹൻലാലിനെ ഭയങ്കര ഡിഗ്രേഡ് ഉണ്ടാവില്ല പടം മോഹൻലാലിനൊക്കെ നല്ല ഡിഗ്രേഡിങ്. എന്റെ തോന്നുന്നു ഉണ്ടായിരുന്നു. അടുത്ത പിന്നെ അതിന് ശേഷം ഇടയിൽ കൂടെ കുറച്ച് ധ്യാൻ ശ്രീനിവാസൻ പടങ്ങളൊക്കെ അല്ല, ഓടിക്കളിക്കുന്നുണ്ട്. ജനുവരിയില് ധ്യാൻ ശ്രീനിവാസൻ വന്നില്ല. ഇല്ല. ഉണ്ടായിരുന്നില്ലേ? ഫെബ്രുവരിയാണ് ഫസ്റ്റ് പടം 2024 തുടങ്ങി. അയ്യോ ദ ഗ്രേറ്റോ. അയ്യർ ഇൻ അറേബ്യ വന്നിട്ട് പടം ആസ് യൂഷ്വൽ പോലെ പടം പൊട്ടി. പിന്നെ ഒരു നല്ല മൂവി ഒന്ന് അന്വേഷിക്കും കണ്ടെത്തും പറഞ്ഞൊരു ടോവിനോയുടെ പടമാണ് ഉണ്ടാവും. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് മൂവി. പോലീസല്ലേ? പോലീസായിരുന്നു പടം. അന്വേഷിക്കും കണ്ടെത്തുന്നുണ്ട് പടം. പക്ഷെ തിയേറ്ററിൽ ഭയങ്കര സക്സസ്ഫുൾ ആയില്ല. പക്ഷെ ഒരു സ്റ്റാൻഡ് ഒരുവിധം കളക്ഷനൊക്കെ നേടി. പ്രേമല അതിന് ശേഷം വന്ന പടം. പ്രൈമിൽ അതിനു ശേഷം ഇതിന് നല്ല കളക്ഷൻ റെക്കോർഡ് ഇട്ട പടമാണ്. പ്രൈമിൽ ഞാനും കൂടി കണ്ട പടം. എനിക്ക് ഭയങ്കര കുഴപ്പമില്ല. നമ്മുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ കുറച്ചൊരു പൾസ് അറിയാൻ പറ്റും. എന്ത് ഗ്രൂപ്പില് ഇടയിൽ കൂടെ ഇട്ടതാ ഞാൻ. ഏത് ഗ്രൂപ്പ്? ഇവനെ പടം കണ്ടിട്ടെന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ പാട്ടെങ്കിലും ഇഷ്ടപ്പെട്ടില്ല. പ്രേമല എനിക്ക് വിളിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണല്ലോ എല്ലാം. മറ്റേ അത് മൊത്തം ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്ത് ഹൈദരാബാദ്. വിനീത് ശ്രീനിവാസൻ പറയുന്ന പോലെ ചെന്നൈ പാസം പോലെ ഹൈദരാബാദ് ഹൈദരാബാദാണ് ആണ് പടം. പക്ഷെ അതേ പറഞ്ഞ പോലെ ഒരു പാൻ ഇന്ത്യ ലെവലിൽ തന്നെ നല്ലതായിട്ട് തെലുങ്കിലൊക്കെ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തു പടം. അവിടെ പ്രൊമോഷൻ വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും ഇല്ലാത്തുള്ള പടങ്ങളൊക്കെയാണ് നന്നായിട്ട്. 100 കോടി പടം അടിച്ചല്ലോ. അല്ല, അതാ പറഞ്ഞു സൂപ്പർ സ്റ്റാർസ് ഇല്ലാതെ ഉള്ള പടങ്ങളില് ചെറിയ ബഡ്ജറ്റിലൊക്കെ ഉള്ള 8 പടങ്ങളൊക്കെയാണ്. കോടി ബഡ്ജറ്റ് ഉണ്ടാകും. 136 സംതിങ് എത്ര കോടി കളക്ട് ചെയ്തു. സക്സസ് ആണ്. പിന്നെ ഓൾറെഡി പ്ലാൻഡ് ആയിരുന്നു. ഇവര് മറ്റേ തെലുങ്കന്മാർക്ക് കൂടി കണക്ട് ചെയ്യുന്ന പറ്റുന്ന രീതിയിലാണ് ആക്കിയത്. പിന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി അവിടുത്തെ മറ്റേ കീരവാഴയുടെ ഒരു സോങ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കിയായിരുന്നു. പ്രൊമോഷന് വേണ്ടിട്ട് രാജമൗലിയുടെ മകനാണ് ഡിസ്ട്രിബ്യൂഷൻ എടുത്തത്. പുള്ളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പ്രൊമോഷൻ വേണ്ടിട്ട്. രാജമൗലി വന്നു കഴിഞ്ഞാൽ പിന്നെ ആണല്ലോ. പിന്നെ മഹേഷ് ബാബു കണ്ടിട്ട് ട്വീറ്റ് കിട്ടും ചേച്ചിന് വേറെ ഒന്നും വേണ്ട. അത് ഭയങ്കര കളക്ട് ചെയ്തു പടം. ഇപ്പൊ രണ്ടാം ഭാഗം വേണ്ടല്ലോ, അതും ഇവര് ഒരുമിച്ച് ചെയ്യാൻ പോകുന്നു. രണ്ടാം ഭാഗം വരുന്നുണ്ട് 2025 ഷൂട്ടിംഗ് തുടങ്ങുന്ന പറയുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ നമിത ഫാൻസ് ഒരുപാടായി. എല്ലായിടത്തും നമിത ഫാൻസ്. അമൽ ഡേവിസും ഒരുപാട് മറ്റേ കിട്ടിയോ. പുള്ളിക്കാണ് ഇപ്പൊ മറ്റേ സ്റ്റേറ്റ് അവാർഡ് എഡിറ്ററിനുള്ള അവാർഡ്. ഏതാ പടത്തിന്റെ പേരെന്തായിരുന്നു മറന്നു. എന്തോ ലിറ്റിൽ റാവുത്തർ സിനിമ. സംഗീത് പ്രതാപ് എന്നാണ് റീക്കുള്ള പേര്. ഇപ്പൊ ഈ ഗോട്ടിന്റെ ഒക്കെ പോസ്റ്റർ വന്നപ്പോ ഇവന്റെ പിക്ക് എടുത്തിട്ടാണ് വൈറലായത്. അതായത് ഒരു ഡി-ഏജിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഗോട്ടിലുണ്ട്. അപ്പൊ ഇവന്റെ ലുക്ക് ഏകദേശം നോക്കുമ്പോ ഒരേപോലെയാണ്. ഈ ഫുൾ ട്രോള്. നീ ഇങ്ങനെ സിനിമ തമിഴ് സിനിമയിലെ എത്തിയോ, വിജയന്റെ പടത്തിലൊക്കെ എത്തിയോ. അവന് അതുകൊണ്ട് ഭയങ്കര റീച്ച് കിട്ടിയ ഈ ട്രോള് വന്നിട്ട് തന്നെ. ഈ പടത്തിൽ അവന് ഭയങ്കര മൈലേജ് കിട്ടി. നമ്മളിപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള ഫസ്റ്റ് നമുക്ക് ചാത്തനായിട്ട് അഭിനയിച്ചത്. ചാത്തനല്ല, ക്യാരക്ടറാണ് ചാത്തൻ. ഈ മമ്മൂക്കയുടെ ക്യാരക്ടറിലേക്ക് കയറ്റിയുള്ള സംഭവം ആള് എക്സ്പെക്ട് ചെയ്യില്ല പടം സക്സസ്ഫുൾ ആണ്. സിദ്ധാർത്ഥ് ഭരതനാണോ അതിനകത്തുള്ള ആക്ടർ മാത്രമാണ്. അർജുനശോകൻ 3 പേര്. അതിന്റെ ഡയറക്ടർ ആരാണ്? ഭൂതകാലം രാഹുൽ സദാശിവൻ ഡയറക്ടറാണ്. പക്ഷെ അത് നല്ല കളക്ഷൻ ഒക്കെ എടുത്തിട്ടുണ്ടോ? വെറൈറ്റി ഈ സിനിമ ആയിരുന്നു, ആരും എക്സ്പെക്ട് ചെയ്തില്ല. മമ്മൂട്ടി അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള പടങ്ങളല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത് വന്ന പടമാണ് ഈ മഞ്ഞുമൽ ബോയ്സ്. അത് പിന്നെ പാൻ ഇന്ത്യ റീച്ച് ആയി, അത്യാവശ്യം നല്ല കളക്ഷനും കിട്ടി. മലയാളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ആയിട്ട് പടം തോന്നുന്നു. 242 അങ്ങനെ കണ്ടോണ്ട് അറിയില്ല. അല്ല ആടുജീവിതത്തിന്റെക്കാളും മുകളിൽ പോയിട്ടില്ലേ? അല്ല, അതിനുശേഷമല്ലേ ആടുജീവിതം ഇറങ്ങി. മാറിയ കളക്ഷനൊന്നുമില്ല, പക്ഷെ ആ സാധനം വെച്ചൊരു 100 കോടിക്ക് കളക്ട് ചെയ്തു. മഞ്ഞുമൽ ബോയ്സ് നമ്മൾ ഈ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇളയരാജ പാട്ട് ഉപയോഗിച്ചത്
ആ ഇളയരാജ സോങ് യൂസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പുള്ളിക്ക് എന്താ 60 എത്ര ലക്ഷം രൂപ മൂപ്പര് കോമ്പൻസേഷൻ സെറ്റിൽമെന്റ് കൊടുക്കുന്നു. ചെയ്തല്ലോ. അല്ല മൂപ്പര് എല്ലാ മൂപ്പരെ പാട്ടുകളൊന്നും അങ്ങനെ സ്റ്റേജ് ഷോസിലൊന്നും പാടാൻ സമ്മതിക്കുന്നില്ല. അത് പ്രത്യേക ടൈപ്പ്. എപ്പോഴും വിഷയ അല്ല ശരി, കോപ്പിറൈറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള റൈറ്റ് ഉണ്ട് തന്നെയാണല്ലോ. അത് ഒരു ബാക്കി ആളുകൾ എന്താണ് കോപ്പിറൈറ്റ്? കമ്പനിക്കാണ് ആക്ച്വലി അതിന്റെ റേറ്റ്സ് കാരണം പേ ചെയ്തിട്ടാണ് അവരെ കൊണ്ട് മ്യൂസിക് ചെയ്യുന്നത്. ഇപ്പോ കമ്പനിക്ക് ഉണ്ടാവുന്ന പറയുന്നത്. ഓ, പക്ഷെ ഇതിപ്പോ എന്താണെന്നല്ല ഇയാള് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയതാണ്, അന്ന് എന്റെ ക്രിയേറ്റിവിറ്റി ആണ്, ബാക്കിയുള്ള പാടാൻ പാടില്ല, അങ്ങനത്തെ മെന്റാലിറ്റിയാണ്. പിന്നെ ആവേശവും വർഷങ്ങൾക്ക് ശേഷമല്ലേ ഒരുമിച്ച് ഇറങ്ങിയ 2 പടങ്ങൾ ഈ ഉണ്ടായിരുന്നു. 2 സിനിമ ഒറ്റ ദിവസം കണ്ടത്. പക്ഷെ ആവേശം ഭയങ്കര ഇഷ്ടാവും ചെയ്തു. പക്ഷെ അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ആ മൂടേ പോയി അറിയില്ലേ. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. തിയേറ്ററിൽ അതല്ല, OTT റിലീസിന് തിയേറ്റർ ശേഷം റിലീസ് മാത്രം. ടൈമിലൊന്നും ആ പടത്തിന് ഇത്ര നെഗറ്റീവ് കണ്ടില്ല. പിന്നെ OTT ശേഷമാണ് ഫുള്ള് ട്രോളുകളും കാര്യങ്ങളൊക്കെ ഇതിനായിരുന്നു. ഇപ്പൊ നമ്മള് ഫസ്റ്റ് ആ ഡേ കണ്ടപ്പോ തന്നെ നമ്മുടെ ഞങ്ങളെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കിയപ്പോ ഫുൾ പോസിറ്റീവ് റിവ്യൂസ്. എന്താ സംഭവം അറിയില്ല. പോക്കൊക്കെ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് വിനീത് കാണുന്നുണ്ട്. ശ്രീനിവാസന്റെ പടം എന്ന് പറയുമ്പോൾ ആളുടെ പഴയ പടങ്ങളൊക്കെ വെച്ച് നല്ല അടിപൊളി പടങ്ങളാണല്ലോ. ഉം. ഇത് വെച്ചിട്ടുള്ള ഒരു എക്സ്പ്രഷനിൽ എനിക്കൊട്ടും ഇഷ്ടപ്പെടാത്തൊരു പടമാണ്. നമുക്കും ഇപ്പൊ ഇയാളുടെ ഈ കൺസിഡറേഷനിലാണ് ഇയാളും അഭിനയിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് ക്ലൈമാക്സ് ഒക്കെ തോന്നുമ്പോ ഞങ്ങൾ പറയുന്നത് എന്റെ പടം പൊട്ടി വല്ല അറിയേണ്ട അങ്ങനത്തെ വല്ല നമ്മൾ കാണും. നമുക്ക് വെറുതെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്യൂറേഷൻ ഉണ്ട് പടത്തിന്. അല്ല പിന്നെ അയാള് തീരാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട്. ചിലപ്പോ നല്ല പടം തന്നെ ആയിരിക്കും. പക്ഷെ ആ മറ്റേ മേക്കപ്പ് ഒന്നും ചെയ്തൊക്കെ ഭയങ്കര മോശമായി വയസ്സായി കാണിച്ചതും. മേക്കപ്പ് മാത്രമല്ലടാ, അത് തട്ടിക്കൂട്ടി സ്ക്രിപ്റ്റ് എഴുതിയ പോലെ ഒക്കെ ഉണ്ട്. മോഹൻലാലിനും ശ്രീനിവാസനും വെച്ച വേഷമായിരുന്നില്ലേ അത്? ആ വേഷം എൻഡിൽ അവര് പക്ഷെ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ഇതൊക്കെ. സെക്കൻഡ് പാർട്ടിന്റെ കാര്യം ഓക്കെ, പക്ഷെ ഫസ്റ്റ് വേഷന് മോശമാണ് പടം. യാതൊരു ഇതിലല്ലേ. നല്ല കുറച്ച് എനിക്ക് തോന്നിയത് നിവിൻ പോളി വന്ന കുറച്ച് സമയം അത് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് മാത്രമേ ആശ്വാസം ഉണ്ടാകുന്ന ഒരു പടത്തില്. ആശ്വാസ പടത്തിലുള്ളൂ. ബാക്കിയെല്ലാം മോശം. പിന്നെ കോമ്പീറ്റ് ചെയ്തത് ആവേശമായിട്ടും. പക്ഷെ എന്തോ അല്ല എന്തിനെ പ്രൊമോഷന്റെ എന്തോ അതാ ഇതുകൊണ്ടോ രണ്ടും കളക്ട് ചെയ്തു എന്നിട്ടും. കളക്ഷൻ നല്ല കാര്യമായ വ്യത്യാസമുണ്ട്. അല്ല വ്യത്യാസമുണ്ട്. ഡബിളോളം ചെയ്തിട്ടുണ്ട് തോന്നുന്നു ഏറെ ആവേശം. കുറെ ഓൾമോസ്റ്റ്. മറ്റേത് 150 കോടി പ്ലസും ഇത് 80 സംതിങ് ഉള്ളൂ. ഓ. നല്ല വ്യത്യാസമുണ്ട്. പിന്നെ അതൊരു മാസ് മസാല. ബഡ്ജറ്റ് എന്താ കൂടി ആലോചിക്കേണ്ടത്. ഇതും നല്ല ബഡ്ജറ്റ് ഉണ്ടായിരിക്കും വർഷങ്ങൾക്ക് ശേഷം. ഇവന്തോ ഒരു മേക്കിങ്ങിൽ കുറച്ച് ക്വാളിറ്റി കമ്മി ഉണ്ടെങ്കിൽ പോലും കാസ്റ്റ് ഭയങ്കര ഹ്യൂജ് ആണ്. ഉം. ഈ ആവേശം സിനിമ എനിക്ക് ഓർമ്മ വന്നിട്ട് കോളേജിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഉം. ഇതിലിപ്പോ മറ്റേ ജൂനിയർ സീനിയർ എല്ലാം പോകുന്നില്ലേ. ഉം. ഇത് തല്ലുകൊണ്ടത് അന്ന് ഞങ്ങളെ സീനിയേഴ്സ് ഉണ്ടാകും. നമ്മള് തേർഡ് ഇയർ പറ്റുണ്ടാകും. അപ്പോ നമ്മുടെ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടാകും. ഉം. കുറച്ച് വള്ളി വലിച്ച് വയ്ക്കുന്നതിനാണ്. ഇവൻ ഏതൊരു ജൂനിയർക്ക് പോയിട്ട് എന്തോ പ്രശ്നമായി. ഇവൻ അവിടുത്തെ CIT ഉണ്ടല്ലോ, മറ്റേ BJP ടീംസ് ഉണ്ടാവും. ലോക്കലായിട്ട് അവന്മാര് നല്ല കമ്പനി ഉണ്ടാകും. ഉമ്മര് അവിടെ തന്നെ റൂമെടുത്ത് താമസിക്കുകയാണ്. നമ്മുടെ കുറച്ചൊരു 8-10 പിള്ളേർ റൂമെടുത്ത് താമസിക്കുകയാണ്. ഇവന്മാര് വൈകുന്നേരം വെള്ളമടിച്ച് ഈ ടീമൊക്കെ ആയിട്ട് വന്നിട്ട് നേരെ ഇവന്മാരുടെ വീട്ടിലോട്ട് പോകും. ഓ, എന്നിട്ട് അടിയോടടിയോ ഇവന്മാര് ഫുൾ ഓട്ടം. ഒരു ആള് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു പാതി രാത്രി വന്നടിക്കുന്നത്. ഇവന്മാര് പറഞ്ഞ അതായത് CIT-ക്കാരുടെ ഒരു കൈ വന്നിട്ട് തുടർത്തിയില്ലേ, അന്ന് ഭയം നോക്കണം. അടിയോടടി ഈ ഒരുത്തം മാത്രം പ്രതികരിക്കുന്നു. അവൻ ചവിട്ടിക്കുട്ടിക്ക് മോദിക്കും. അടുത്ത ദിവസം കോളേജ് ചെയ്യുമ്പോൾ സസ്പെൻഡ് ചെയ്യുമ്പോൾ തല്ലുകൊണ്ടേ അടി കൊണ്ടേന്. നമ്മൾ ക്ലാസ് കയറണ്ട, ചുമ്മാ പേർന്നുകൊണ്ട് വെറുതെ അവിടെ കയറിയില്ലേ. എന്നിട്ട് ഈ സംഭവിച്ച ഒരാഴ്ച മുമ്പ് വേറെ സംഭവം ഉണ്ടായി. ഇവന്മാരെന്നെ വിളിച്ചിട്ട് ചേട്ടാ ഇവിടെ നമ്മുടെ ചെക്കൻ ഒന്നാ കട്ടി കിട്ടിയിരിക്കുകയാണ്, ഒന്നാ സീനായിട്ട് നമ്മൾ എന്നെ പറ്റിക്കുന്ന വരുമെന്ന്. ഞാൻ പ്രാഗം ചെയ്തു. നീ കട്ടി കൊണ്ട് ഇറങ്ങുമ്പോൾ തെല്ലിയെ വിളിച്ച് കിട്ടില്ല. ഈ സംഭവം ആവേശം പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് കോളേജ് ലൈഫും കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെ. കാരണം ഈ സീനിയേഴ്സ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ. പിന്നെ അതിന് ശേഷം വന്ന ഏതാ പടം? ടർബോ ആയിരുന്നു ആ, കുറച്ചുകൂടി ടർബോ. മസാല ആയിട്ടുള്ള ഒരു പടം. ടാർബോ വന്നിട്ടുണ്ടായിരുന്നു. അത് ഫ്ലോപ്പ് ആയിരുന്നു ശരിക്കും. തിയേറ്ററിൽ ഹിറ്റ് ആയിരുന്നു. ഇതൊക്കെ കളക്ഷൻ ഒക്കെ പറയപ്പെടുന്നുണ്ട്. എടുത്തു. തിരക്കില്ലാത്ത കളക്ഷൻ തോന്നുന്നു 70 സംതിങ് 80,000 തോന്നുന്നു കളക്ഷൻ. പിന്നെ അതിനുശേഷം വന്ന ഏതാ പിന്നെ പടം? പിന്നെ തലവനൊക്കെ ശേഷം തലവൻ അത് കുറച്ചൊരു ഡാർക്ക് സീനായിരുന്നു. ഞാൻ കണ്ടല്ലോ. നീ കണ്ടതാണോ? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പടത്തിന്റെ കഥ ഓർമ്മയില്ല. വല്ലാത്തൊരു പടമായിരുന്നു അത്. രാത്രി ഞാൻ ക്രൈം ത്രില്ലർ ആണോ അത്? ഒരു സെക്കൻഡ് ഷോന് പോയതാ. ഉറങ്ങി പോകുന്നുണ്ട് കുറച്ചൊക്കെ. എനിക്ക് അങ്ങനത്തെ പിന്നെ രാത്രി വീട്ടിലേക്ക് പേടിച്ചിട്ടാ പോയത്. ഉറങ്ങി കഴിഞ്ഞ പടം കണ്ടില്ലേ പിന്നെ എന്തിനാ പേടിക്കുന്നത്? നമ്മുടെ കുറച്ച് ഇതൊക്കെ ഉള്ളതാ, പാരനോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ള പടാന്ന് തോന്നുന്നു.